പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസൽമോനെ മുത്തുമോനെ കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോയത്, വാപ്പച്ചി കാണാത്തോണ്ട്. വാപ്പച്ചി ഞാനും തമ്മിലൊരു പ്രശ്നമില്ല കേട്ടാ, പ്രശ്നം മൊത്തം ഇവരാണ്. അവൻ വിളിക്കും, സ്വസ്ഥത തരില്ല. എല്ലാം കാണുമ്പോ നേരിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിക്കുന്നത്. ചക്കയും മങ്ങിയൊന്നും അല്ലല്ലോ തുന്നിച്ചു നോക്കാൻ, അല്ലേ? മക്കളൊക്കെ മൂന്നും സങ്കടപ്പെട്ടിട്ടാണ് പോയത്. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം, ഞാൻ മരിക്കില്ല. എല്ലാരും അറിയണം, എന്റെ ഹാപ്പി എല്ലാരും അറിഞ്ഞതാണ്, എന്റെ സങ്കടങ്ങളും അറിയണം. ഈ നോക്കുമ്പോ നോക്കിയ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ചിരിക്കാനുള്ളവർ ചിരിച്ചോ, സന്തോഷിക്കാനുള്ളത് സന്തോഷിച്ചോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നജ്ല എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇവർ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് പറയുന്ന ഒരാളാണ്, ഒരു ഫാമിലി ബ്ലോഗറാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ചത്. 3 വിവാഹങ്ങൾ ഡിവോഴ്സ് ആയതിനു ശേഷം 4മതൊരു കാമുകനുമായിട്ട് വീടിനുള്ളിൽ നിന്ന് പിടിക്കപ്പെട്ടതിന് ശേഷം അവർക്കൊപ്പം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാൻ. ആദ്യം ഇവരുടെ യൂട്യൂബിൻ്റെ പേര് മഷ്റൂമ ഫാത്തിമ എന്നിട്ടായിരുന്നു. അതിനുശേഷം ഈ ഷാനുമായി ഒളിച്ചോടി വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവരുടെ ചാനലിൻ്റെ പേര് നജ്ല ഷാൻ എന്നാക്കി മാറ്റിയത്. തീർച്ചയായിട്ടും അതിനുശേഷം അവർ വളരെ നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ലായിരുന്നു, നജ്ലാക്കും കുട്ടികൾക്കും വേണ്ടി മരണം വരെ ജീവിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലൊന്നും നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല. എന്നാൽ ആകസ്മികമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എനിക്കാരുമില്ല എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി നജ്ല ഒരു പുതിയ വീഡിയോവുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് നജ്ലക്ക് പറയാനുള്ളത്? നമുക്ക് ആദ്യമായിട്ട് അവരുടെ പ്രതികരണങ്ങളൊന്ന് കാണാം. നമുക്ക് എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഞാൻ എറണാകുളത്ത് പോണ കാര്യം പറഞ്ഞതില്ലേ ഒറ്റയ്ക്ക്, അപ്പോൾ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് റിപ്ലൈ തരെയാണ് കേട്ടോ. ഞാൻ എറണാകുളത്ത് പോയാലേ പറ്റത്തുള്ളൂ. കാരണം ഒരു വട്ടത്തെ ഡേറ്റ് മാറ്റി പിറ്റേ പറ്റാത്ത ഡേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല. കാരണം നിയമത്തിന്റെ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിയമത്തിന്റെ വഴിക്ക് ഇറങ്ങിയേ പറ്റൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, അതായത് ഇക്കാരം ഉമ്മയ്ക്ക് വയ്യാത്ത കാര്യം നിങ്ങൾക്ക് അറിയാല്ല. അപ്പോഴവര് നിരന്തരം ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അവർ ഡ്രസ്സ് ചെയ്യാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിനും. അപ്പൊ ഇവിടെ നിന്ന് അവിടെ പോയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വീഡിയോ കണ്ടല്ലേ നിങ്ങള്. അതിന് മുന്നേ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉമ്മാനെ ചൊല്ലിയിട്ടല്ല പ്രശ്നങ്ങള്. ഞാൻ പറഞ്ഞിട്ടില്ല, അയാള് ഉമ്മാന്റെ ഭർത്താവിന് എനിക്കിഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല, മത്സരമോൾക്ക് ഇഷ്ടമല്ല, മുത്തുമോനിക്കും അധികം ഇഷ്ടമല്ല. കാരണം കുട്ടികളാകുമ്പം ചാടയും ഓടയും കളിക്കുകയൊക്കെ ചെയ്യും. ഇവർക്കൊന്നും മക്കളെയൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. ഉമ്മ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നജ്ല പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും നമ്മുടെ ഷാന്റെ ഉപ്പയെ ഉമ്മയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഉപ്പയ്ക്ക് കുട്ടികളെ തീരെ ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഓടും കളിക്കും, അതൊക്കെ ഉണ്ടാവും. അവരെ ചിലപ്പോൾ ചീത്ത പറയും മുതിർന്നവർ. അതൊന്നും നമ്മുടെ നജ്ലക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് ഈ യൂട്യൂബ് ഈ ബ്ലോഗർമാർ, പ്രത്യേകിച്ച് ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന തൊട്ടതും പിടിച്ചതും എല്ലാം, നല്ല കാര്യങ്ങളാവട്ടെ ചീത്ത കാര്യങ്ങളാവട്ടെ, എല്ലാം യൂട്യൂബിൽ കൊണ്ടുവച്ചിടുന്ന സമയത്ത് ഇവർ ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇത് നാളെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് തിരിച്ചൊരു പാരയാവുന്ന സമയം തീർച്ചയായിട്ടും ജീവിതത്തിൽ വരും. അത്തരത്തിൽപ്പെട്ട ഒരു അനുഭവമാണ് ഈ നജ്ലയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നജ്ല ആദ്യം സ്വന്തം ഉമ്മാനെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും എല്ലാം വളരെ മോശകരമായ കണ്ടന്റുകളുമായിട്ടാണ് ഇതിൻ്റെ മുന്നേ ചാനലിലെല്ലാം വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉമ്മ പുറത്താക്കിയതിന് ശേഷം നമ്മുടെ ഷാൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ലൈവ് ഇടുന്നു. അവർ വളരെ ഹാപ്പിയാണ് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളെല്ലാം അവരുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇപ്പോൾ അവർ തെറ്റിയതിന് ശേഷം തീർച്ചയായിട്ടും ഇപ്പോൾ കുറ്റം പറയുന്നത് ആരെയാണെന്ന് നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടി കേൾക്കാം. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറാന്ന് വിചാരിച്ചു. കാരണം അത് 38 വയസ്സായി, നമ്മളെ നല്ല ജീവിതം മൊത്തവും പോയി. വീടും നാടും ഉപേക്ഷിച്ച് ആലുവ പോയി, ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് ഉമ്മാരെ പൊരുത്തം ചോദിച്ചിപ്പം നേരം വെളുത്ത തൊട്ട് ഇങ്ങനെ വിളി തുടങ്ങും. അല്ലെങ്കിൽ അനിയൻ മെസ്സേജ് അയപ്പ് തുടങ്ങും. ഇപ്പൊ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ പൈസ എല്ലാം അനിയനാണ് ചെലവാക്കി. വണ്ടിയെല്ലാം ഓടിയതും ബാക്കി കാര്യമെല്ലാം നമ്മളാണ്. അപ്പൊ വീട്ടു ചെലവെല്ലാം നോക്കുന്നത് നമ്മളാണ്. അപ്പൊ നമുക്കും ഒരു പ്രത്യേകിച്ച് ഒരു വരുമാനങ്ങളില്ല. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളുടെ അടുത്ത് A to Z കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ എന്റെ നാടും വീടും ഉമ്മേനെയും ഉപ്പേനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ 3-4 മണിക്കൂർ ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, എന്റെ 3ാമത്തെ ലൈഫാണ്, ഇതേപോലെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം, പ്രശ്നമില്ല. പക്ഷേ നാളൊരു കണ്ണീര് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരെ വെളുത്തോട്ട് ഫോൺ വിളിക്കും, ഒന്നീ എന്നാ ഉമ്മ അല്ലെങ്കിൽ നമ്മളിപ്പോ ഡ്രസ് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ അവിടെ ഒരു അടുത്ത ക്ലിനിക്കുണ്ട്. ഇവർ ഇത്രയും കാലം ഈ മോനെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിച്ചു. മോൻ വീടുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് തരാനാണ്. ഞാനും ഭർത്താവും തമ്മിൽ
യാതൊരു വിഷയങ്ങളും ഇല്ല. അപ്പോഴേ ഞാനും ഭർത്താവും തമ്മിലല്ല വിഷയം. ഇവരിങ്ങനെ ഫോൺ നിരന്തരം അനിയ ഒന്ന് വിളിക്കും, ഇവരൊന്ന് വിളിക്കും, ബാക്കി കാര്യം വരുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളൊരു വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് പോകരുത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്തിരി സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങ് മാറിയതും. അവരെ കാര്യങ്ങൾ എന്നാലും ഗ്യാസും ബാക്കി കാര്യം എല്ലാം നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു പാവ മനുഷ്യനാണ്. എന്ന് വെച്ചാല് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവര് ആലുവ തന്നെ പോയത്. മദ്യപാനത്തിന്റെ കാര്യത്തിന് മുൻപതിയിൽ നിൽക്കാൻ കാരണവും ഈ ഫാമിലി തന്നെയാണ്. സമാധാനം കുടിക്കില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് പല വീഡിയോസും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഉമ്മായെയും എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എന്റെ അടുത്ത് ആദ്യം ഇഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ആരുമില്ലടി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴേ എന്റെ മക്കൾക്ക് ഒരു ഉപ്പാര സ്നേഹം കിട്ടി. പക്ഷെ അനി അത് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ഇപ്പോൾ കേട്ടില്ലേ, ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഷാന്റെ ഉമ്മയെ കുറിച്ചാണ്. എനിക്ക് ഇക്കയുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം കള്ള് കുടിക്കുന്നത് പോലും ഈ ഉമ്മയുടെയും അനുജന്റെയും ഇടയിൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളും അവർ സ്വൈര്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇക്ക കള്ള് കുടിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഉമ്മയ്ക്കും അതുപോലെ തന്നെ ഇക്കയ്ക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നതിൽ തീരെ താല്പര്യമില്ല എന്നും അത്തരത്തിൽപ്പെട്ട ഒരു ഉമ്മയാണ് എന്നും ആ ഉമ്മ ഞങ്ങളുടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും രാവിലെ എണീറ്റാൽ അവരുടെ കുട്ടിയെ വിളിക്കും, അതുപോലെ തന്നെ അവരുടെ അനുജൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ് എന്നൊക്കെയാണ് ഈ നജില പറഞ്ഞു വെക്കുന്നത്. ഈ നജിലയോട് നമുക്ക് ചോദിക്കാനുള്ളത്, നജില 3 വിവാഹത്തിൽ പരാജയപ്പെട്ട ഒരാളാണ്. ആ 3 വിവാഹവും പരാജയപ്പെട്ട സമയത്തും ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആളാണ് നജിലയുടെ വീട്ടുകാർ. ആ വീട്ടുകാരെ തള്ളി പറഞ്ഞുകൊണ്ട് അവരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് 4മതൊരുത്തനായ ഈ ഷാൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. തീർച്ചയായിട്ടും ഇനി ഒരിക്കലും ആ കുടുംബക്കാർ തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുകയില്ല. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലെല്ലാം നജില അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നജില പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഭർത്താവിൻ്റെ ഉമ്മയെ കുറിച്ചിട്ട് വളരെ മോശകരമായ രീതിയിലാണ് പറയുന്നത്. അവർക്ക് ഞങ്ങളെ ഇഷ്ടമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയുകയാണ്. ഇനി തീർച്ചയായിട്ടും ഒരാളെക്കുറിച്ചും ഈ നജില കുറ്റം പറയാൻ വേണ്ടി വാക്കില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ എപ്പോൾ എന്താണ് പുതുതായിട്ട് ഇപ്പോൾ വന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് കാണും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും തോന്നിയിരിക്കാം. എന്താണ് കാരണം എന്നല്ലേ. ഈ അവസാനം നജില ഈ വീഡിയോൻ്റെ അവസാനം പറയുന്ന വാക്കുകൾ കൂടി നിങ്ങൾ കേട്ട് നോക്കണം. അവരുടെ ജീവിതത്തിൽ വളരെ മോശകരമായ സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ മക്കൾക്ക് ഉപ്പ എന്ന് പറഞ്ഞാൽ ജീവനാണ്, സ്കൂൾ വിട്ടുന്ന ഉപ്പ എവിടെയെന്ന് ചോദിക്കും, പക്ഷെ അതൊന്നും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നജില പറയുന്ന കാര്യങ്ങളാണ്. നമുക്കതുകൂടി കേൾക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസൽമോനും മുത്തുമോനെ കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോയത്. വാപ്പച്ചി കാണാത്തോണ്ട്. വാപ്പച്ചി ഞാൻ തമ്മിലൊരു പ്രശ്നമില്ല കേട്ടാ. പ്രശ്നം മൊത്തം ഇവരാണ്. അവൻ വിളിക്കും, സ്വസ്ഥത തരില്ല. ഇവരങ്ങാട്ട് വിളിക്കും, അവൻ പറയും ഞാൻ ഹോസ്പിറ്റൽ ചെലവ് നോക്കിക്കോളാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് മാത്രം സാമ്പത്തികം. ഇപ്പൊ ഈ ജോലി ഇല്ലാത്തൊരു സമയം നിങ്ങൾക്ക് അറിയല്ല. ഒരു ജോലി ഇപ്പൊ ഇല്ല. ലൈസൻസിന്റെ ആ സമയത്തിന് മുമ്പും പല കാര്യങ്ങൾക്കും ഞാനാണ് ഇടപെട്ടിക്കൊണ്ടിരുന്നത്. പാവ മനുഷ്യനാണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പോയി ഉമ്മാനെയൊക്കെ നോക്കുന്നത് ശരി തന്നെയാണ്, പക്ഷേ നമ്മളെ ജീവിതം താറുമാറാക്കി കളഞ്ഞു. എനിക്ക് ജീവിച്ചേ പറ്റൂ, മക്കളെ നോക്കിയേ പറ്റൂ. ഇപ്പോഴും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എല്ലാം കാണുമ്പോൾ നേരിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിക്കുന്നത്. ചക്കയും മങ്ങിയും നല്ലല്ലോ തുന്നിച്ചു നോക്കാൻ അല്ലേ. മക്കളൊക്കെ 3 സങ്കടപ്പെട്ടിട്ടാണ് പോയത്. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം, ഞാൻ മരിക്കില്ല. എല്ലാരും അറിയണം, എന്റെ ഹാപ്പി എല്ലാരും അറിഞ്ഞതാണ്, എന്റെ സങ്കടങ്ങളും അറിയണം. ഈ നോക്കുമ്പോൾ നോക്കിയ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല. ഇപ്പൊ ചിരിക്കാനുള്ളത് ചിരിച്ചോ, സന്തോഷിക്കാനുള്ളത് സന്തോഷിച്ചോ. എന്റെ ലൈഫാണ്, എന്റെ ജീവിതമാണ് ഞാൻ നിങ്ങളെ മുമ്പ് കാട്ടുന്നത്. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം മാത്രമില്ല. ഒരു മനുഷ്യന് വേണ്ടുന്നത് സമാധാനമാണ്. ആളുകളായിരിക്കുമ്പോൾ ചിലപ്പോൾ മദ്യപിക്കാം. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ക്ഷമ. ഞാനൊരു പോറലും ഇല്ലാതെ പോയി തിരികെ വരണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനായിട്ട് ആരെ ലൈഫ് തകർക്കുന്നില്ല. റമദാനൊക്കെയാണ് പറഞ്ഞത്, നോമ്പ് പിടിക്കണം. ഷാന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ മക്കളെ വിഷമമൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ അമ്മേനെ നോക്കിക്കോ. എന്റെ കഴിവിന്റെ പരമാവധി അമ്മേനെ ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മള് പ്രായമൊക്കെ ചെല്ലുന്നു വരുമ്പോ മക്കളും കൂടെയൊക്കെ പറയണത് കുറച്ച് കേൾക്കണം. എനിക്ക് ആരും ഇല്ലാത്ത ആക്കി കളഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ 4ാമത്തെ ജീവിതവും
ഒരിക്കലും യൂട്യൂബിന്റെ പേരൊന്നും മാറ്റൂല കേട്ടാ. നജിലാഷാൻ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിനെ വേദനിപ്പിക്കരുത് കേട്ടാ കമന്റ്. മുള്ളി ചവിട്ടി വിളിക്കുന്ന. അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവസാനമായിട്ട് ഞാൻ ആരുടെ ജീവിതത്തിലേക്കും ഒരു അസ്വാരസ്യത്തിനായിട്ട് ഒരിക്കലും കടന്നു വരികയില്ല എന്നും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത് എന്നും കാണുന്നതെല്ലാം വെളുത്തതെല്ലാം പാലാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, പക്ഷേ നാരങ്ങയാണോ തേങ്ങയാണോ മാങ്ങയാണോ ചൂന്ന് നോക്കാൻ എന്നൊക്കെയാണ് നമ്മൾ നജില ചോദിക്കുന്നത്. നജിലയുടെ ഈ കണ്ണുനീർ തീർച്ചയായിട്ടും ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശകരമാണ്, സങ്കടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവരുടെ വീഡിയോൻ്റെ താഴെ വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു അഭിനയമാണ് എന്നുള്ളതാണ്. കാരണം നജില ഈ ഓടിപ്പോയതിനു ശേഷം ലൈവ് വീഡിയോ ഇടുന്ന സമയത്തെല്ലാം നാട്ടുകാർക്ക് അതറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് നല്ല റീച്ച് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അതിനുശേഷം ഇവരുടെ കാര്യങ്ങളൊന്നും അത്ര റീച്ചിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഐഡിയ മാറ്റിപ്പിടിച്ചതാണ് എന്നും നജിലയെ ആരും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കമൻറ്റുകളാണ് അവരുടെ വീഡിയോ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് റീച്ചിന് വേണ്ടി മാത്രമാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇനി റീച്ച് ആവട്ടെ, ഇനി അല്ലെങ്കിൽ സത്യമാവട്ടെ, ഇത്തരത്തിൽപ്പെട്ട 3 ജീവിതം പരാജയപ്പെട്ടതിന് ശേഷം 4ാമത്തെ ഒരു ജീവിതം വന്നതിന് ശേഷം അതെങ്കിലും സന്തോഷകരമായിട്ട് സ്വൈര്യമായിട്ട് ജീവിച്ചു പോകുന്നതിന് പകരം ആ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നല്ലതും മോശവുമായ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ വന്നിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ 1, 2, 3 പ്രാവശ്യം പരാജയപ്പെട്ട ആളാണ്. 4ാമത് ജീവിതമെങ്കിലും നിങ്ങൾ നല്ലവണ്ണം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിലും നിങ്ങൾ പരാജയപ്പെടുവാൻ വേണ്ടി പോവുകയാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നെങ്കിലും നിങ്ങളൊരു പാഠം പഠിക്കണമായിരുന്നു. അത് പഠിക്കാത്തതിൻ്റെ ഒരൊറ്റ കുഴപ്പം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.